അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. ദിനേശ, അതിമോഹമാണ് അതിമോഹം. പണ്ഡിറ്റിനെ വീട്ടിലിരുത്താനുള്ള എളുപ്പ പണിയെന്തോ അല്ല, പണ്ഡിറ്റിന്റെ കണ്ണിന് പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ്, അത് റീപോസ്റ്റ് ചെയ്യുന്നില്ല. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഇന്നലെ വരെ ഇപ്പോൾ CJ റോയ് സാറിന്റെ മരണം അല്ലെങ്കിൽ സഞ്ജു സാംസനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മനോരമ ചാനലും മറ്റുള്ള ഏഷ്യൻ ചാനലും സന്തോഷ് പണ്ഡിറ്റിന്റെ എത്രയോ കാര്യങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു. ഞാൻ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ പറഞ്ഞത് കേട്ടാ ആർക്കും അവിടെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സ്വന്തമായി ചാരിറ്റി ചെയ്ത് സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ് വൈ വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അവന്റെ മോശത്തെ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി